ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബേബി മന്ത് ഫ്രെയിമിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബേബിയുടെ ഓരോ മന്ത്സത്തെയും ഫോട്ടോസ് നമ്മളിതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ. ജനിച്ചപ്പോൾ ഉള്ള ഫോട്ടോ വേണ്ട, 1 മന്ത് മുതൽ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വരെയുള്ള ഫോട്ടോസാണ് നമുക്ക് വേണ്ടത്. ഓരോ മന്തിൻ്റെയും ഫോട്ടോസ് വേണം കേട്ടോ. ഫസ്റ്റത്തെ മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത്, അങ്ങനെ എല്ലാ മന്ത്സത്തെയും ഫോട്ടോ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഈ എല്ലാ ഫോട്ടോയുടെയും ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ അതിന് ഗൂഗിൾ എടുത്തിട്ട് അതിൽ നമ്മൾ സെർച്ച് ബാറിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ എന്ന് നമ്മൾ അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലോഡ് ഇമേജിൽ നമ്മുടെ ഇമേജ് എടുത്ത് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു സൈറ്റാണ്. നമുക്ക് അതിൽ ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ സൈറ്റിൽ മാത്രമല്ല, ഇൻഷോട്ടിൽ നമുക്ക് ചെയ്യാം. ഇൻഷോട്ട് എടുക്കുക, അതിൽ ഫോട്ടോ എടുത്ത് നമ്മൾ അതിൽ കട്ടൗട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓപ്ഷനും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ക്യാൻവ ആപ്പിലാണ് എഡിറ്റ് ചെയ്യുക. അങ്ങനെ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ സെർച്ച് ബാറിൽ A5 ഡോക്യുമെൻ്റ് അടിച്ചു കൊടുക്കുക. ഇനി A4 ആണെങ്കിൽ വേണ്ടത് A4 ഡോക്യുമെൻ്റ് അടിക്കുക. ഞാൻ A5 ആണ് എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ അതിലുള്ള കുറേ പേജസ് വരും. ആ പേജസിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് അതിൽ വരുന്ന ഇമേജ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞ് നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ആ T എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഉണ്ണിയുടെ പേര് അടിച്ചു കൊടുക്കുക. ഉണ്ണിയുടെ പേജ് നമ്മൾ നല്ല വലുതാക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇയർ എന്ന് നമ്മൾ അടുത്ത ഓപ്ഷൻ എടുത്ത് ഫസ്റ്റ് ഇയർ എന്ന് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണിയുടെ ഡേറ്റ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയുടെ പേര് നല്ല വലുതാക്കി അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഫോൺസ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് ഫോൺസ് എടുത്തിട്ട് നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഫോൺ എടുക്കുക. നമുക്ക് ഫോണ്ട് കിട്ടണമെന്നില്ലെങ്കിൽ നമ്മൾ അതിൽ സെർച്ച് ബാറിൽ നിന്ന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഫോണ്ട് എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുക, അതിൻ്റെ കളറ് മാറ്റുക. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ സൈസ് ആക്കുക. പിന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്യുക. ഞാനിത് ബ്ലാക്ക് തന്നെ യൂസ് ചെയ്തത്. പിന്നെ മിഡിലായിട്ട് വെക്കണം. മിഡിൽ കണ്ടില്ല ഒരു ലൈന് വരുന്നത്, ആ ലൈൻ കണ്ടുകഴിഞ്ഞാൽ അത് മിഡിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഇയർ എടുത്തിട്ട് ചെറുതാക്കി നമ്മൾ വെച്ച് കൊടുക്കുക. അതിൻ്റെ ഫോണ്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഡേറ്റും അതുപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ ഗാലറി എടുത്തിട്ട് നമ്മുടെ ഉണ്ണിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളത് ഒരു ചെറിയ സൈസാക്കിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മളിതിൻ്റെ വൈറ്റ് ബോർഡർ വേണം. അപ്പോൾ നമ്മളതിൻ്റെ വൈറ്റ് ബോർഡർ ആക്കി കൊടുക്കുക. അത് ചിലപ്പോൾ ഇത് വേണ്ട, കാരണം ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ അത് ജസ്റ്റ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സൈസ് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ ഏകദേശം ഒരു കണക്ക് വേണം കേട്ടോ നമുക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞ് നമുക്ക് 1 മന്ത് നമ്മൾ ടെക്സ്റ്റ് ചെയ്ത് അടിച്ചു കൊടുത്തിട്ട് അത് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് നമ്മൾ കൃത്യമായിട്ട് ഒന്ന് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫോൺസൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ ഫോൺസ് എന്നുള്ള ഓപ്ഷൻ അമർത്തിയിട്ട് നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക, അല്ലെങ്കിൽ അതിൽ അടിച്ചു കൊടുക്കുക ഏതാണ് വേണ്ടതെന്ന്. അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ അമർത്തി നോക്കുക, ഇത് ഭംഗിയുണ്ടോ എന്നിട്ടാ. ഇതിൻ്റെ നമുക്ക് സൈസും ഒക്കെ കുറച്ച് കൊടുക്കാം. ഇതിൽ അല്ലെങ്കിൽ എഴുത്തിലോ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ 3 ഡോട്ടിൽ സെലക്ട് മൾട്ടിപ്പിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് രണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അത് ഗ്രൂപ്പായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഗാലറിയിൽ നിന്ന് നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ എടുത്ത് വെക്കുക. അവിടെ ഒരു ഏകദേശം കണക്കിൽ വെക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യം ചെയ്യാം, നമ്മൾ ചെയ്ത് വെച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റത്തേൽ ഒരു 4 എണ്ണമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെറുതാക്കിയിട്ട് ഏകദേശം ഒരു കണക്കിൽ വെക്കുക. കണ്ടില്ലേ, ഇങ്ങനെ സൈസൊക്കെ ചെറുതാക്കി ഏകദേശം ഒരു കണക്കിൽ വെക്കുക. എന്നിട്ട് ഈ 4 നമ്മൾ ഗ്രൂപ്പാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അടിക്ക് ഇറക്കി വെക്കുക. നമ്മളിങ്ങനെ ഫസ്റ്റത്തെ റോയിൽ 4 എണ്ണം, പിന്നെ താഴത്തേക്ക് 3 എണ്ണമായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് അറേഞ്ച് ചെയ്യുക. കൃത്യം നമ്മുടെ ഇതാണ് ഫസ്റ്റത്തെ മന്തിലത്തെ ഫോട്ടോ തന്നെ വെക്കണം, സെക്കൻഡിലത്തെ മന്തിലത്തെ ഒരു ഫോട്ടോ തന്നെ വെക്കണം കേട്ടോ. മാറി പോവരുത്. അത് കുറേ വട്ടം നമുക്ക് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വെക്കേണ്ടത്. പിന്നെ 1 മന്ത് ആയിട്ടുള്ള ഫോട്ടോയാണ് വെക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് വെച്ചത് പ്രസവിച്ച ഫോട്ടോയാണ്, അത് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മന്തിലത്തെ ഫോട്ടോയാണ് വെക്കേണ്ടത് ഫസ്റ്റ്. അങ്ങനെ അല്ലാതെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ചിലതിങ്ങനെ ചെറുതായി എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് ഇച്ചിരി സൈസൊക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഇത്ര സൈസാണ് വരിക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ 4 ഇങ്ങനെ അടിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ആ നമ്പർ അടിച്ചു കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ ലെറ്റേഴ്സ് ഫുൾ അടിച്ച് പിന്നെ ആലോചിച്ച് അങ്ങനെ അടിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ നമ്പേഴ്സാണ് അടിച്ചു കൊടുത്തത്. അതാണ് ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണം കേട്ടോ. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യണേക്കാട്ടി നിങ്ങൾക്ക് അതല്ല ബെറ്റർ. ഓരോ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ബെറ്ററെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓരോ ഫോട്ടോ എടുത്ത് ഏകദേശം സൈസായിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് എടുക്കുക,
നമ്മൾ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് അങ്ങനെ അടിച്ചു കൊടുത്തിട്ട് വെക്കുക. അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക, സൈസ് ചേഞ്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ചെയ്യാട്ടോ. നമുക്ക് 2 ഓപ്ഷനും ഉണ്ട്. അതാണ് ഞാൻ ഫസ്റ്റ് ഒരു രണ്ടാമത്തെ ഫോട്ടോ എടുത്ത് കാണിച്ചതും. അങ്ങനെയും ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തന്നാട്ടോ. പിന്നെ നമ്മൾ ഉണ്ണികളുടെ സൈസ് ഏകദേശം ഒരു കണക്കിൽ വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചാലും നമ്മൾ സൈസുകൾ ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ. കാരണം ഉണ്ണികളുടെ ഓരോ വലിപ്പത്തിലത്തും ഓരോ ഫോട്ടോസല്ലേ. അപ്പോൾ ചിലതിൽ ഇങ്ങനെ ചെറുതായി കാണും, ചിലതിൽ വലുതായി കാണും. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ ഇങ്ങനെ ഓരോ ഡിസ്റ്റൻസും ഫീൽ ആവണം, നല്ല ഭംഗിയും ഫീൽ ആവണം കേട്ടോ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പേജ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തെടുക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്കിതിന് 2 പ്രിൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തേൽ നമ്മൾ ഈ മന്ത്സ് എഴുതിയതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഫസ്റ്റത്തേൽ നമ്മൾ ഉണ്ണിയുടെ ഫോട്ടോ മാത്രം മതി. രണ്ടാമത്തെ ഓപ്ഷൻ വരുമ്പോൾ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുക. ചിലർ ഫോട്ടോസൊന്നും ഡിലീറ്റ് ചെയ്യില്ല, ഫോട്ടോസ് അങ്ങനെ വെക്കും. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഫസ്റ്റത്തേൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ മാത്രമാക്കി, രണ്ടാമത്തേൽ ഞാൻ ഫോട്ടോസ് മാത്രമാക്കി. അപ്പോൾ ഇങ്ങനെയായിട്ട് നമ്മളിത് എഡിറ്റ് ചെയ്യുക. ഇതും ഭയങ്കര സിമ്പിളാണ് ട്ടോ. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ശരി, ബായ്.